ഹായ് എവ്രി വൺ. അപ്പോൾ ഇത് നമ്മൾ വീഡിയോ ചെയ്യുന്നത് ഡിവൈൻ നമ്മളോട് കോപിക്കുമോ, ഡിവൈൻ്റെ കോപം ഉണ്ടാകുമോ എന്നാണ് നമ്മൾ നോക്കുന്നത് കേട്ടോ. ഇന്നത്തെ വീഡിയോയിൽ ഒരുപാട് പേർക്ക് സ്പിരിച്വൽ അവേക്കനിങ് വന്നതുകൊണ്ട് അവർക്ക് അറിയാം നമ്മുടെ ലൈഫിൽ ഉണ്ടാകുന്ന ഓരോ ചലഞ്ചസും ഓരോ കാര്യങ്ങളും ഓരോ കണക്കും കർമ്മ കണക്കാണെന്ന് മനസ്സിലായിട്ട് ഒരുവിധം ആൾക്കാർക്കൊക്കെ ഈ ചാനൽ കാണുന്നവർക്ക് മനസ്സിലായിട്ടുണ്ട്. ഇതിൽ മനസ്സിലാവാത്ത കുറച്ച് ഒരു 2% ആൾക്കാരുണ്ട്. അവർക്ക് വേണ്ടിയിട്ടാണ് മെയിനായിട്ട് വീഡിയോ ചെയ്യുന്നത്. അവർ വിചാരം അവരുടെ ലൈഫിൽ വരുന്ന ഓരോ പ്രോബ്ലംസ് അല്ലെങ്കിൽ സിറ്റുവേഷൻസ് ഡിവൈൻ ഇവർക്ക് കൊടുക്കുന്ന പണിഷ്മെൻ്റ് ആണെന്നാണ്. പണിഷ്മെൻ്റ് അല്ല, ഇത് നമ്മളുടെ കർമ്മക്കണക്കാണ്. ഇപ്പോൾ നമ്മളൊരാൾ വിട്ടു പോകുന്നുണ്ടെങ്കിൽ നമ്മുടെ എനർജി അവിടെ വളരെ ലോ ആയിരിക്കും. ഈഗോ സെൽഫിലായിരിക്കും നമ്മൾ വർക്ക് ചെയ്യുന്നുണ്ടായിരിക്കും. അപ്പോൾ നിങ്ങളുടെ ഹസ്ബൻഡ് ആണെങ്കിലും കാമുകരാണെങ്കിലും അവർക്ക് നിങ്ങളുടെ അടുത്ത് നിൽക്കാൻ സാധിക്കില്ല. കാരണം അവർക്ക് ആ ഒരു എനർജി ഒട്ടും ഇഷ്ടപ്പെടില്ല അവരുടെ സോളിൽ. അപ്പോൾ ആ സോൾ ലെവലിലാണ് അവർ വിട്ടുപോകാൻ തോന്നുന്നതും വേറെ തേർഡ് പാർട്ടിയിലേക്ക് പോകുന്നത്. ബിക്കോസ് നിങ്ങളുടെ എനർജി അവിടെ മനസ്സിലാക്കി തരുന്നത് നിങ്ങളുടെ എനർജി വളരെ ലോ ആണ് ആൻഡ് നോട്ട് ഗുഡ്. അത് ക്ലിയർ ചെയ്യാൻ എന്നാണ് സ്പിരിച്വൽ ലെവലിൽ മനസ്സിലാക്കേണ്ടത്. പക്ഷേ സാധാരണ ആൾക്കാർക്ക് ഇതെന്തായിരിക്കും വലിയ പ്രശ്നമാക്കി കൊണ്ടുപോകും അല്ലേ. അപ്പോൾ ഒരു ഡിവൈനെ കുറ്റം പറയും. ഡിവൈനോട് പറയും, ഞാൻ ഇത്രയും നിന്നെ പ്രാർത്ഥിച്ചു, ഇത്ര നാളിൻ്റെ കൂടെ കൊണ്ട് നടന്നിട്ട് നീ എൻ്റെ മകളെ മരണപ്പെടുന്ന സമയത്ത് നീ ഹെൽപ്പ് ചെയ്തില്ല, നീ അങ്ങനെ ചെയ്തില്ല, ഡിവൈനെ കുറ്റം പറയും. അപ്പോൾ ഒരിക്കലും ഡിവൈൻ അല്ല. നമുക്ക് എന്ത് സിറ്റുവേഷൻസ് വന്നാലും സറണ്ടർ ചെയ്യുമ്പോൾ ഡിവൈനൊന്ന് പ്ലേ ചെയ്യാൻ സാധിക്കും, അല്ലെങ്കിൽ സൊല്യൂഷൻസ് തരാൻ സാധിക്കും. അല്ലാതെ ഒരിക്കൽ പോലും നമ്മുടെ കർമ്മക്കണക്ക് സെറ്റിൽമെൻറ്റ് ചെയ്യാൻ ഡിവൈന് സാധിക്കില്ല. ട്വിൻ ഫ്ലെയിം ജേണി ആണെങ്കിൽ പിന്നെ അത് ഡിവൈൻ്റെ ഒരു എന്താ പറയുക, ഡിവൈൻ പ്ലേ ഉണ്ട് അവിടെ. ഡിവൈനും കൂടി ആവശ്യമാണ് നമ്മൾ ട്വിൻ ഫ്ലെയിം ജേർണിയിൽ വരേണ്ടത്. കാരണം സോൾ പ്യൂരിഫിക്കേഷൻ, സോൾ പർപ്പസ്, അങ്ങനത്തെ കുറേ കാര്യങ്ങളുണ്ടായിരിക്കും. ഓക്കെ, അപ്പം നോക്കാം ഡിവൈൻ എന്താണ്. ഡിവൈൻ്റെ കോപം ഉണ്ടാകുമോ, ഡിവൈൻ നമ്മളെ ശപിക്കുമോ, അല്ലെങ്കിൽ ഡിവൈൻ നമ്മളെ വേദനിപ്പിക്കുമോ എന്നുള്ളതാണ് നോക്കുന്നത്. യൂണിവേഴ്സ്, സ്പിരിറ്റ്സ്, ഏഞ്ചൽസ്, അത് ഡിവൈൻ ഉദ്ദേശിക്കുന്നത് ഏത് നിങ്ങളുടെ ആരാധിക്കുന്ന ഒരു സോഴ്സും ആയിരിക്കാം കേട്ടോ. 3 of Pentacles, 4 of Cups. ഇതിൽ നോക്കൂ, ഈ ടാരോ കാർഡിൽ പോലും ഡിവൈൻ ഇവിടെ 3 കപ്പ് ഉണ്ടായിട്ട് ഈ കൊച്ചിനൊന്ന് കാല് നീട്ടിയാൽ പോലും അല്ലെങ്കിൽ ഒന്ന് കൈ കുത്തിയിട്ട് വേണമെങ്കിൽ നമുക്ക് ആ കുട്ടിക്ക് എടുക്കാൻ സാധിക്കും. അവനത് എടുക്കാൻ മടി കാണിച്ചപ്പോൾ അവൻ വിഷമിച്ചിരുന്നപ്പോൾ ഡിവൈൻ എന്താ ചെയ്ത് നോക്കി, മേഘത്തിൽ നിന്നൊരു കൈ വന്നൊരു കപ്പ് അവന് കൊടുക്കുക. ഇത്രയും നല്ല ഡിവൈൻ നമ്മളെ വേദനിപ്പിക്കുമെന്ന് തോന്നുന്നുണ്ടോ? 5 of Pentacles. ചിലപ്പോൾ ഈ കുറ്റം പറയുന്ന ആൾക്കാർ എന്താണ്, ചിലപ്പോൾ പൈസ നഷ്ടപ്പെട്ടപ്പോൾ ഡിവൈൻ ശ്രദ്ധിച്ചില്ല. നിങ്ങൾക്ക് കയ്യിൽ പൈസ വന്ന സമയത്ത് ഗ്രാറ്റിറ്റ്യൂഡ് കാണിച്ചിട്ടുണ്ടായിരിക്കില്ല, അല്ലെങ്കിൽ നന്ദി പറഞ്ഞിട്ടില്ല. അതുകൊണ്ടാണ് മാജിക് പ്രാക്ടീസ് സ്റ്റാർട്ട് ചെയ്തത്. നന്ദി പറയൂ, ഉള്ളതിൽ നന്ദി പറയൂ. എപ്പോൾ വേണമെങ്കിലും ഉള്ള എല്ലാം നമുക്ക് നഷ്ടപ്പെടാം. അപ്പോൾ നമ്മൾ നന്ദി പറയുമ്പോൾ വൈബ്രേഷൻസ് നിങ്ങളെ ഹോൾഡ് ചെയ്യും. മനസ്സിലായോ? 8 of Swords, Page of Cups. ബോട്ടം നോക്കാം. ഓക്കെ, നമുക്ക് വാൻസ് കാർഡാണ് വന്നിട്ടുള്ളത്. 8 of Wands ആണ് കമ്മ്യൂണിക്കേഷൻസ് അല്ലെങ്കിൽ ഓപ്പർച്യൂണിറ്റീസ് എന്ന് പറയുന്നത്. അപ്പോൾ നമ്മൾ നോക്കുന്നത് ഡിവൈൻ നിങ്ങളെ എന്ത് ചെയ്യുന്നു, ലൈക്ക് നിങ്ങളെ ശപിക്കുമോ അല്ലെങ്കിൽ നിങ്ങൾക്ക് പ്രോബ്ലംസ് തരുമോ? ഡിവൈൻ ആണോ നിങ്ങളുടെ ലൈഫിലെ പ്രോബ്ലംസിൻ്റെ കാരണക്കാരൻ എന്നാണ്. ഇതിൽ നോക്കൂ, 3, 4, 8, 8, 1, 5, 8. ഓക്കെ, ഈ 8 എത്ര പ്രാവശ്യം വന്നിട്ടുണ്ട്? 8 ശരിക്കും എന്താ, ഇൻഫിനിറ്റി അല്ലെങ്കിൽ കർമ്മ. ഇൻഫിനിറ്റിയാണ് ഇത്, നിങ്ങളുടെ കർമ്മയാണെന്ന് എത്ര പ്രാവശ്യം ഡിവൈൻ പറഞ്ഞു തന്നു. ഇത് ഞാൻ എടുത്തു വെച്ച കാർഡ്സ് ആണല്ലോ. ഇവിടെ നിങ്ങൾ മുമ്പിൽ ഷഫിൾ ചെയ്തിട്ട് ഇടയിൽ നിന്ന് എടുത്ത എനർജിയാണ്. 3 Pentacles. മേ ബി നിങ്ങളൊരു പാർട്ട്ണർഷിപ്പ് ജോലിയൊക്കെ ചെയ്തു നല്ല രീതിയിൽ പോകുന്ന സമയത്ത് ഇതിൽ ഏതെങ്കിലും നിങ്ങളോ അല്ലെങ്കിൽ നിങ്ങളുടെ പാർട്ട്ണറിനോ കുറച്ച് എമൗണ്ടിനോട് അല്ലെങ്കിൽ 3D വെൽത്തിനോടൊരു ഒരുപാട് ഇഷ്ടം വന്നു, അല്ലെങ്കിൽ കുറച്ച് പൈസയോടൊരു എന്താ പറയുക, കുറച്ച് ആഗ്രഹം തോന്നിയപ്പോൾ ഉണ്ടായ പ്രോബ്ലമാണ് ഈ 3 of Pentacles കാണിക്കുന്നത്. കാരണം അവർക്കൊരു പൈസ കിട്ടി തുടങ്ങുമ്പോൾ കുറച്ച് ആർത്തി വരുമ്പോഴാണ് ഈ പാർട്ട്ണർഷിപ്സൊക്കെ പിരിഞ്ഞു പോകുന്നത് അല്ലേ. അപ്പം അങ്ങനെ പിരിഞ്ഞു പോയി അങ്ങനത്തെ സിറ്റുവേഷൻസ് വന്നപ്പോൾ നിങ്ങൾ ഡിവൈനെ കുറ്റം പറഞ്ഞു. അല്ല, നിങ്ങളുടെ തമ്മിലുള്ള ആ ഒരു ബോണ്ടിൻ്റെ കുറവാണ്, ട്രസ്റ്റിൻ്റെ കുറവാണ്. അല്ലെങ്കിൽ ഇതിലത്തെ 3 പേർക്ക് മനസ്സിൽ ചിന്തിച്ചിട്ടുണ്ടായിരിക്കാം, പക്ഷെ പ്രവർത്തിച്ചിട്ടുണ്ടായിരിക്കില്ല. അപ്പുറത്തെ ആൾ പ്രവർത്തിച്ചു, അതുകൊണ്ട് ആ ഒരു പ്രോബ്ലംസ് ക്രിയേറ്റഡ് ആയി. അത് ഡിവൈൻ്റെ പ്രശ്നമല്ല, നിങ്ങളുടെ കർമ്മ അക്കൗണ്ടാണ്. നിങ്ങൾ ഏതൊക്കെയോ ലൈഫിലും ഇതുപോലെ പല സിറ്റുവേഷനിലും മീറ്റ് ചെയ്തിട്ടും ഇതുപോലെ പാസ്റ്റ് ലൈഫിലൊക്കെ ചെയ്തിട്ടുണ്ടായിരിക്കും ജോലികളും. അവിടെയും നിങ്ങൾ ഇതുപോലെ ചെയ്തിട്ടുണ്ടായിരിക്കും. അതിൻ്റെ കർമ്മയാണ് അവിടെ വീടിയത്.
ഫോർ ഓഫ് കപ്സ് കണ്ടു. നിങ്ങൾ ഒട്ടും സാറ്റിസ്ഫൈഡ് അല്ല ലൈഫിൽ. എന്ത് കിട്ടിയാലും നിങ്ങൾക്ക് മതിയാവില്ല, ഇത് പോരാ അങ്ങനത്തെ ഒരു സാറ്റിസ്ഫൈഡ് അല്ലാത്തൊരു പേഴ്സണെ കാണിക്കുന്നത്. അപ്പോൾ അതുകൊണ്ടാണ് ഇങ്ങനത്തെ ചാനൽസിലൊക്കെ നിങ്ങൾ കാണപ്പെടുന്നത്. ബിക്കോസ് എന്തുകൊണ്ടാണ് ഗ്രാറ്റിറ്റ്യൂഡ് പ്രാക്ടീസ് ചെയ്യാൻ വേണ്ടിയിട്ടും, അല്ലെങ്കിൽ നമ്മുടെ ഉള്ളതിന് നന്ദി പറയാൻ വേണ്ടിയിട്ടും. ചിലവർക്ക് ഭയങ്കര റൂഡാണ്, നാർസിസ്റ്റാണ്. കാരണം അവർക്ക് ഒന്നിനും വിലയില്ല. മീൻസ് ഇപ്പോൾ അവർക്ക് ദേഷ്യം വന്നു കഴിഞ്ഞാൽ പറയണത് ഞാൻ കേട്ടിട്ടുണ്ട്. ചിലവർ കണ്ണിനെ ശ്രദ്ധിക്കണം, അല്ലെങ്കിൽ കണ്ണിന് ഇങ്ങനത്തെ ഇഷ്യൂ വരുമ്പോൾ കണ്ണ് പോയാലും ഇപ്പം എന്താ കായും കാലില്ല. അത്രയും പോലും സ്വന്തം ശരീരത്തിനെ പോലും വാല്യൂ ചെയ്യാത്ത കുറേ പേരുണ്ട്. പക്ഷെ അവർക്ക് അത് പോകുമ്പോഴാണ് അതിൻ്റെ വാല്യൂ. അവർ വിചാരിച്ചിരിക്കുന്നത് കണ്ടു പോയാലും അവരെ കൂടെ നിൽക്കുന്ന ആൾക്കാരും ഒപ്പം ഉണ്ടായിരിക്കുന്നത്. കണ്ണിൻ്റെ കൂടെ അവരും കൂടി പോകുമ്പോഴാണ്, ഒറ്റപ്പെടുമ്പോഴാണ് ഈ പറഞ്ഞതിൻ്റെയൊക്കെ റിഗ്രറ്റ് ഫീൽ ചെയ്യുക. അപ്പോൾ ദയവ് ചെയ്ത് അങ്ങനെ ഒന്നിനും അഹങ്കരിക്കാതിരിക്കുക. എപ്പോൾ വേണമെങ്കിലും എല്ലാം നഷ്ടപ്പെടാം. ഫോർ ഓഫ് കപ്സ്, ഇത് ഫോർ ഓഫ് കപ്സ് വന്ന് ഗ്രാറ്റിറ്റ്യൂഡ് പ്രാക്ടീസ് ചെയ്യൂ, മെഡിറ്റേഷൻ ചെയ്യൂ, റിലാക്സ് ആവൂ, നിങ്ങൾ തന്നെ നിങ്ങളിൽ കണ്ടൻറ്റ് ആവും എന്നാണ്. ഫൈവ് ഓഫ് പെൻറ്റക്കിൾസ് എന്താണ്? മേ ബി നിങ്ങൾക്ക് ഞാൻ പറഞ്ഞു ലോസ് ഓഫ് മണി. ചിലപ്പോൾ ഈ ഒരു പാർട്ട്ണർഷിപ്പ് ഒക്കെ ചെയ്തിട്ട് ചിലവരുടെയൊക്കെ കണ്ടിട്ടുണ്ട്, ജോലികൾ ചെയ്തിട്ട് അല്ലെങ്കിൽ ഒരുപാട് ഒരു സമയത്ത് നല്ല രീതിയിൽ അധ്വാനിച്ച പൈസ പെട്ടെന്നൊരു പൈസ കൂടുമ്പോൾ ഉണ്ടാകുന്ന ആ ഒരു ഇതിൽ. ഇപ്പോൾ സ്റ്റോക്ക് മാർക്കറ്റിൽ ഒരു ഫ്രണ്ട് പറയുന്നുണ്ടായിരുന്നു, ആദ്യം 1 lakh കിട്ടും, അപ്പോൾ 5 lakh കിട്ടി, അപ്പോൾ പിന്നെ 2 lakh കിട്ടു, അപ്പോൾ കുറച്ചധികം 10 lakh 25 lakh കിട്ടി. അപ്പോൾ ഇവരെന്താ ചെയ്തതെന്ന് അറിയോ? 25 lakho അല്ല, അതിനുശേഷം 5 lakh കിട്ടുമ്പോൾ 25 lakh കിട്ടി. അപ്പോൾ ഇവർ ചെയ്തത് എന്താണ്? അപ്പോൾ മെല്ലെ കൂട്ടി കൊണ്ടുപോയാൽ മതി. ഡിവൈൻ അപ്പോൾ 3 പ്രാവശ്യം ഇവരെ കൂടെ സപ്പോർട്ട് ചെയ്തു. 25 ലക്ഷം കിട്ടിയപ്പോൾ പിന്നെയും സ്റ്റോക്ക് മാർക്കറ്റിൽ ആ ഒരു ഫ്രണ്ട് 25 lakh കിട്ടുമെന്ന്. അപ്പോൾ അവൻ ചിന്തിച്ചത് 25 ഇട്ട് കഴിഞ്ഞാൽ എനിക്ക് ഒരു 50 ലക്ഷം അല്ലെങ്കിൽ 1 കോടി കിട്ടാം, അങ്ങനെയായിരിക്കാം. എന്താ ഉണ്ടായത്? 25 lakh കിട്ടുമ്പോൾ 25 lakh പോയി. അപ്പോൾ അതെന്താ ഉണ്ടായത്? അപ്പോൾ അഹങ്കാരം കൂടിയില്ലേ? മെല്ലെ സ്ലോവ്ലിയാണ് നമുക്ക് ഗ്രോ ചെയ്യേണ്ടത്. അതൊരു യൂണിവേഴ്സ് ടെസ്റ്റ് ചെയ്ത ഒരു മറ്റേ ഇത് വെക്കുന്ന പോലെ, കെണി വെക്കുന്ന പോലെയാണ്. അപ്പോൾ ചിലവർ ഇങ്ങനെയാണ് ഗ്രാറ്റിറ്റ്യൂഡ്. അപ്പോൾ അങ്ങനെ എല്ലാം പോകുന്നത്. അപ്പോൾ നിങ്ങൾ പിന്നെയും പൈസ ഉള്ള സമയത്ത് ഗ്രാറ്റിറ്റ്യൂഡ് കാണിച്ചിട്ടുണ്ടാവില്ല. അപ്പോൾ ഗ്രാറ്റിറ്റ്യൂഡ് ഇനി നമ്മൾ ഏൺ ചെയ്യുന്ന പൈസയ്ക്ക് നല്ല മൂല്യമായിരിക്കും. 1 രൂപ പോലും നിങ്ങൾ താങ്ക് യു യൂണിവേഴ്സ് തന്നെ ഒരുപാട് നന്ദി എന്ന് പറയും. അപ്പോൾ അതൊക്കെയാണ് പഠിപ്പിക്കുന്നത്. 5 of Pentacles. പൈസ ഇങ്ങനെയൊക്കെ നഷ്ടപ്പെട്ട ആൾക്കാരാണെങ്കിൽ നിങ്ങൾ വാല്യൂ ഓഫ് മണി പഠിപ്പിക്കുകയാണ്. ഓക്കെ, നെക്സ്റ്റ് സ്ട്രെങ്ത് കാർഡ് പറയുന്നത് നിങ്ങൾക്ക് ഇങ്ങനത്തെ സിറ്റുവേഷൻസ് ഒക്കെ നമുക്ക് ശക്തി പോയപ്പോൾ നിങ്ങൾ കുറ്റം പറയുന്നത് ശരിക്കും നിങ്ങളെ കുറ്റം പറയണേ. എൻ്റെ ഈ എനർജി കൊണ്ടാണ് എനിക്ക് ഇത്രയും പ്രോബ്ലംസ് വന്നത്. അപ്പം ഞാൻ ആ എനർജി ചേഞ്ച് ചെയ്യേ വേണ്ട. പക്ഷെ നിങ്ങൾ ദൈവമേ നിനക്ക് ഞാൻ ഇങ്ങനെയൊക്കെ തന്നിട്ടും അങ്ങനെയൊക്കെ ചെയ്തിട്ടും നീ എന്നെ സപ്പോർട്ട് ചെയ്തില്ല, അങ്ങനെ ദൈവത്തെ കുറ്റം പറഞ്ഞു പോവുകയാണ്. 8 of Swords. ഇതിന് നിങ്ങൾ ആ ഒരു എനർജിയിലാണ് നിൽക്കുന്നത്. കണ്ണും കൈയൊക്കെ കെട്ടി നിൽക്കുന്നത്. നിങ്ങളുടേതായിട്ടുള്ള വേണ്ടാത്ത ഒരുപാട് ചില ക്ലയൻസുമായിട്ട് സംസാരിക്കുമ്പോൾ അവരൊരുപാട് ലോ എനർജിയിലായിരിക്കും. പക്ഷെ അവരുടെ കൊട്ടാരമായിട്ട് നിൽക്കുന്നത്. ഭയങ്കരമായിട്ട് ഇതുപോലെ ഫ്രീഡം കിട്ടാതെയും ഇൻഡിപെൻഡൻ്റ് അല്ല. അവരുടേതായിട്ടുള്ള കുഞ്ഞു ലോകം. ആ ലോകത്തിൻ്റെ അപ്പുറത്തേക്കും ലോകം അവർക്ക് അറിയില്ല. പക്ഷെ ആ ലോകം അവർക്ക് എന്തോ വലുതാണെന്നാണ് വിചാരിച്ച് നിൽക്കുന്നത്. അതിൽ നിന്നുകൊണ്ട് അവർ ലൈഫിൽ ഒന്നും നേടുന്നില്ല. എനിക്ക് ഫുൾ പ്രോബ്ലംസ് ആണെന്ന് പറയണേക്കാം. അപ്പോൾ ഞാൻ പറയും അതിൽ നിന്ന് കടക്കുമോ? സബ് കോൺഷ്യസ് ആയിട്ടുള്ള കുറേ ബിലീവ്സ് വിട്ടിട്ട് നല്ല ചിന്തകൾ, റിലീജിയസ്. ഇതിൽ കുറേ പേർ ട്വിൻ ഫ്ലെയിംസ് പറയുന്നത്. എൻ്റെ DM ഉണ്ടല്ലോ ഭയങ്കര റിലീജിയസ് ആയവർ ട്വിൻ ഫ്ലെയിം അല്ല, അത് മതപരമാണ്, സ്പിരിച്വലാണ് ഈ ഒരു ജേണിയെ പഠിപ്പിക്കുന്നത്. ട്വിൻ ഫ്ലെയിം ജേണി സ്പിരിച്വലാണ്, അപ്പം നോട്ട് റിലീജിയസ്. ഇപ്പോൾ റിലീജിയസ് ആണെങ്കിൽ മനസ്സിലാക്കുക അവർ കാർമിക് ആകാനുള്ള ചാൻസസ് ഉണ്ട്, അല്ലെങ്കിൽ എന്തെങ്കിലും സോൾമേറ്റ്സ് ആയിരിക്കാം. സ്പിരിച്വൽ ജേണിയിൽ പോകുമ്പോൾ എല്ലാം ഒന്നാണ്. സ്പിരിച്വൽ വിസ്ഡംസ് ആണ് ലഭിക്കുന്നത്, സൈക്കിക് എബിലിറ്റീസ് ആണ് ലഭിക്കുന്നത്. അത് നിങ്ങൾ ശ്രദ്ധിക്കുക. കാരണം പേജ് ഓഫ് കപ്സ് വരുന്നുണ്ട്. നിങ്ങളുടെ ലൈഫിൽ കുഞ്ഞു ടെമ്പററി പ്രണയങ്ങൾ വരുന്നുണ്ട്, പൊട്ടിപ്പോകുന്നുണ്ട്. ഇതൊക്കെ നിങ്ങളെ കൂടുതൽ സത്യത്തിൽ എൻ്റെ ലൈഫിലൊക്കെ ഒരു ബിഗ് ഷിഫ്റ്റ് വന്നത് തന്നെ റിലേഷൻഷിപ്പ് ബ്രേക്കപ്പാണ് ശരിക്കും എൻ്റെ ഐ ഓപ്പണിങ് ചെയ്തത്. ഇത്രയും എബിലിറ്റി, ഇത്രയും ഇൻഡിപെൻഡൻ്റ് ആവാൻ ഹെൽപ്പ് ചെയ്തതും എനിക്ക് ഒരുപാട് സ്ട്രെങ്ത്, ഒരുപാട് കാര്യങ്ങൾ ഞാൻ പഠിച്ചു, സ്പിരിച്വൽ കോഴ്സസ് പഠിച്ചു, അതിൽ നിന്ന് ഒരുപാട് വിസ്ഡംസ് ലഭിച്ചു. ഇത്രയും സംസാരിക്കാൻ പോലും ധൈര്യമില്ലാത്തൊരു പേഴ്സണായിരുന്നു ഞാൻ സംസാരിക്കാൻ തുടങ്ങി, ലൈവ് ചെയ്യുന്നു, ഒരുപാട് പേരെ ഹീൽ ചെയ്യുന്നു. ഇപ്പോൾ ഇവിടെയൊക്കെ വീട്ടിലൊക്കെ എന്തെങ്കിലും ഒരു പുതിയതായിട്ട് ഷോപ്പ് തുടങ്ങും, അങ്ങനെ എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ എന്നെ കൊണ്ടുപോകും ക്ലെൻസ് ചെയ്യാനൊക്കെ. ഞാൻ പോയി സൗണ്ട് ഹീലിംഗ് ഒക്കെ ചെയ്ത് ക്ലെൻസൊക്കെ ചെയ്ത് അങ്ങനെ ഭയങ്കര കോൺഫിഡൻ്റ് ആയിട്ട് എല്ലാം ചെയ്യാനുള്ള കോൺഫിഡൻസ് കിട്ടും. അത്രയും ചേഞ്ചസ് ശരിക്കും എൻ്റെ സോൾ പർപ്പസ് ഒരു സ്പിരിച്വൽ ജേർണി കൊണ്ടു തന്നിട്ടുണ്ട്.
അപ്പോൾ നമ്മുടെ ലൈഫിൽ ഓരോ ഇടികൾ വരുമ്പോൾ മനസ്സിലാക്കണം, ഞാൻ പൂജ്യത്തിലേക്ക് താഴ്ന്നിട്ടുണ്ടെങ്കിൽ 100 പടി ഉയരാൻ വേണ്ടിയിട്ടാണ് എൻ്റെ ഈ ചലഞ്ചസ്. അങ്ങനെയാണ് എടുക്കേണ്ടത്. അല്ലാതെ അയ്യോ എനിക്കിങ്ങനെ വന്നല്ലോ ഇനി എന്ത് ചെയ്യും, ഇനി എന്ത് ചെയ്ത് ഇതിൽ നിന്ന് മറികടക്കുമെന്ന് ചിന്തിക്കാതെ എനിക്കിങ്ങനെ പറ്റി എൻ്റെ ഫ്രണ്ട് എന്ത് നന്നായി നിങ്ങൾ കമ്പയർ ചെയ്യാൻ തുടങ്ങും. അൺഹെൽത്തി കമ്പാരിസൺസ് അതല്ല. ലൈഫിൽ വരുന്ന ഓരോ കാര്യങ്ങളും മനസ്സിലാക്കുക, അത് നിങ്ങളുടെ ഉള്ളിലത്തെ കാര്യങ്ങൾ മിറർ ചെയ്യുന്നതാണ്. അതുകൊണ്ടാണ് ആ പേഴ്സൺ ചീറ്റ് ചെയ്തത്, നിങ്ങൾ ഉപേക്ഷിച്ച് വേറെ സ്ത്രീയെ കൂടെ പോയത്, അല്ലെങ്കിൽ പുരുഷൻ്റെ കൂടെ പോയത്, മാരേജ് ചെയ്ത് പോയത്, അല്ലെങ്കിൽ നമുക്കൊരു വാക്ക് തന്നിട്ട് ഒരു വാക്ക് തെറ്റിച്ചത്. നമ്മളും എവിടേക്ക് വാക്ക് തെറ്റിച്ചിട്ടുണ്ടായിരിക്കും. ടൈറ്റ് ചെയ്യണമെന്ന് കരുതും, ഇന്ന് ടൈറ്റ് ചെയ്യില്ല, അത് വാക്ക് തെറ്റിച്ചില്ല. കമ്മിറ്റ്മെൻറ്റ് ഇഷ്യൂ ആണത്. അതൊക്കെ ഹീൽ ചെയ്യണം. ശരിക്കും ട്വിൻ ഫ്ലെയിം ജോഡിയിലൊക്കെ പോകുന്നവർ കമ്മിറ്റ്മെൻറ്റ് ഇഷ്യൂസ് ഒരുപാടുണ്ട്. അപ്പോൾ ഞാൻ വേറൊരാളെയും സ്നേഹിച്ചിട്ടോ ഇല്ല, പിന്നെ എങ്ങനെയാണ് ഞാൻ കമ്മിറ്റ്മെൻറ്റ് ഇഷ്യൂ എന്ന് പറഞ്ഞ സംഭവം എനിക്കില്ല. അപ്പോൾ ഞാൻ പറയാം, നിങ്ങളുടെ കാര്യം ചെയ്യാൻ വിചാരിച്ചു 10 മിനിറ്റ് നടക്കാൻ തീരുമാനിച്ചു, പിന്നെ ആ സമയമായപ്പോൾ വേണ്ട പിന്നെ നാളെ ചെയ്യാം. അത് കമ്മിറ്റ്മെൻറ്റ് ഇഷ്യൂ ആണ്. കമ്മിറ്റ്മെൻറ്റ് ബ്ലോക്ക് ചെയ്തില്ല നിങ്ങൾ. ഇതൊക്കെ തന്നെയാണ് നമ്മളൊന്ന് ഇരുന്ന് 10 മിനിറ്റ് ഡെയിലി ഇരുന്ന് നമ്മളോട് സംസാരിക്കുമ്പോൾ വരുന്ന ചേഞ്ചസ് നിങ്ങൾക്ക് മനസ്സിലാവും. ഈ സബ് കോൺഷ്യസ് ഹീലിങ്ങിന് ഒരുപാട് ഇങ്ങനത്തെ പ്രാക്ടീസസ് അവർക്ക് പറഞ്ഞു കൊടുക്കുന്നുണ്ട്. ഇതൊക്കെയാണ് ചെയ്യേണ്ടത്, എന്തൊക്കെ കാര്യങ്ങൾ നിങ്ങൾ അവോയ്ഡ് ചെയ്യണം, എന്തൊക്കെ കാര്യങ്ങളാണ് ഫോക്കസ് ചെയ്യേണ്ടത്. അതിൽ ഒരുപാട് മിറർ ടെക്നിക്സ് ഉണ്ട്, അങ്ങനെ ഒരുപാട് കാര്യങ്ങളുണ്ട് കേട്ടോ. ഞാനിത് പറയുമ്പോൾ സബ് കോൺഷ്യസ് നിങ്ങൾ ജോയിൻ ചെയ്യാൻ വേണ്ടിയിട്ട് അങ്ങനെ പറയുന്നതല്ല. പക്ഷെ അതിൽ ഒട്ടും അറിവില്ലാത്ത ആൾക്കാർ, അല്ലെങ്കിൽ ഒട്ടും എന്തൊക്കെ ചെയ്തിട്ടും നിങ്ങൾക്ക് ഒരു സപ്പോർട്ട് കിട്ടുന്നില്ല എന്ന് തോന്നുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ജോയിൻ ചെയ്യാം കംപ്ലീറ്റ്. കാരണം ഓരോ ദിവസവും ഓരോ റിവ്യൂസ് വരുന്നുണ്ട്. ഞാൻ ചോദിച്ചിട്ടല്ല, ഓരോരുത്തർ ചെയ്തിട്ട് അവരുടെ അനുഭവങ്ങൾ പറയുന്നതാണ്. മാജിക് പ്രാക്ടീസിൽ ഇപ്പോൾ 2 പേര് കമൻറ്റ് ചെയ്തിട്ടുണ്ട്, അവർക്കത് നടന്നിട്ടും സംസാരിക്കാതെ എത്ര കൊല്ലങ്ങളായി സംസാരിക്കാത്ത ഹസ്ബൻഡ് സംസാരിച്ചു എന്നൊക്കെ പറഞ്ഞിട്ടൊക്കെ കമൻറ്റ്സ്. അതൊക്കെ ബിക്കോസ് അവർ പ്രാക്ടീസ് ചെയ്ത് നോക്കുമ്പോഴാണ് ആ മാറ്റങ്ങൾ വരിക. അപ്പോൾ അതാണ് ഇതിൽ പറയുന്നത്. ഡിവൈൻ ഒരിക്കലും നിങ്ങൾ കോപിക്കുകയുണ്ട്. 888 നിങ്ങളുടെ സ്ട്രെങ്ത്ത്. ഇങ്ങനത്തെ വേണ്ടാത്ത റിലേഷൻഷിപ്പിൽ പോയി ഇപ്പോൾ നിങ്ങൾ നോക്കും, ഇപ്പോൾ ഒരു ബാങ്കിൽ നിങ്ങൾ പൈസ ഫിക്സഡ് എമൗണ്ട് ഇട്ടു വിചാരിക്കുക, ആ ബാങ്ക് എന്തൊക്കെ കാരണം കൊണ്ട് പറ്റിക്കപ്പെട്ട് കഴിഞ്ഞാൽ നിങ്ങൾ പിന്നെയും ആ ബാങ്കിൽ കൊണ്ട് പൈസ ഇടുമോ? അതുപോലെ തന്നെ ഒരു പേഴ്സൻ്റെ കേസ്, ഒരാൾ നിങ്ങൾ ചീറ്റ് ചെയ്തു എന്ന് കരുതി പിന്നെയും അവർ തിരിച്ചു വന്നതിന് പിന്നെയും അവർക്ക് സെക്കൻഡ് ചാൻസസ് കൊടുക്കുന്നത് നിങ്ങളെ തെറ്റാണ്. നിങ്ങൾ നോക്കണം, അവർ ഹീൽഡ് ആണെങ്കിൽ ഓക്കെ, അവർ ഹീൽഡ് അല്ല പഴയ വൈബ്രേഷനിലാണെങ്കിൽ പിന്നെയും അവരെ സെയിം കാര്യങ്ങൾ തന്നെ ചെയ്തുകൊണ്ടിരിക്കും. ആൻഡ് ഹീൽഡ് ആയിട്ടുള്ള ഒരു പേഴ്സൺ ഒരിക്കലും ലോ വൈബ്രേഷൻ ആൾക്കാരെ ലൈഫിൽ സപ്പോർട്ട് ചെയ്യില്ല. സോ അതൊക്കെയാണ് ഈ പേജ് ഓഫ് കപ്സ് പറയുന്നത്. പേജ് ഓഫ് കപ്സ് മീൻസ് ഇമ്മച്യൂർ ആയിട്ടുള്ള റിലേഷൻഷിപ്പാണ്. നിങ്ങൾക്ക് ചൂസ് ചെയ്യാം. ഇതൊക്കെ വരുന്നത് നിങ്ങളെ കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ടാണ്. അതുപോലെ തന്നെ ഒരുപാട് ഓപ്പർച്യൂണിറ്റീസ് നിങ്ങളുടെ ലൈഫിലേക്ക് വരുന്നുണ്ട്. 8 ഓഫ് വാൻസ് ആണ്. ചിലപ്പോൾ ഒരു ജോലി നോക്കുമ്പോൾ 8 ജോലികൾ വരിക, 8 പേഴ്സൺസ് വരിക. അപ്പോൾ നിങ്ങൾക്ക് കൺഫ്യൂസ്ഡ് ആവും. അപ്പോൾ കൺഫ്യൂസ്ഡ് ആവാതെ സോൾ ലെവലിൽ നിങ്ങൾ ഹീൽ ചെയ്ത് നിങ്ങൾ മനസ്സിലാക്കണം, ലൈക്ക് ഇതാണ് എനിക്ക് നല്ലത്, ഈ ജോലിയാണ് എനിക്ക് നല്ലത്, അല്ലെങ്കിൽ ഈ പേഴ്സണാണ് എനിക്ക് നല്ലത്. അങ്ങനെ നിങ്ങൾ തന്നെ നിങ്ങളുടെ സോൾ ലെവലിലുള്ള കാര്യങ്ങൾ തീരുമാനിക്കണം. ഓക്കെ, സോ 888 ആണ് ഇതിൽ കാണുന്നത്. സോ ഇതിൽ പറയുന്നത് ഡിവൈൻ ഒരിക്കലും നിങ്ങൾക്ക് കോപം തരില്ല. ഡിവൈൻ അല്ല നിങ്ങളുടെ ലൈഫ് മോശമാക്കുന്നത്, നിങ്ങൾ കാണുന്ന ഓരോ ആൾക്കാരുടെ എനർജീസാണ്. അപ്പോൾ എനർജി മോശമാണ്, സിറ്റുവേഷൻസ് ലൈഫിൽ മോശമാണെങ്കിൽ അത് ചേഞ്ച് ചെയ്യുക കേട്ടോ. സോ 3 ഓഫ് പെന്റക്കിൾസ് ഒക്കെയാണ് കാണുന്നത്. സാരമില്ല, അതൊക്കെ കാർമിക് അക്കൗണ്ട്സ് ആണ്. കംപ്ലീറ്റ്ലി എന്താ പറയുക, ലെറ്റ് ഗോ ചെയ്ത് നിങ്ങൾ ഒരു പുതിയ ലൈഫ് സ്റ്റാർട്ട് ചെയ്യാൻ ശ്രമിക്കുക. ഓക്കെ, കാരണം ഒരുപാട് ഓപ്പർച്യൂണിറ്റീസ് നിങ്ങളുടെ ലൈഫിൽ വരുന്നുണ്ട്. അപ്പോൾ അത് വരുമ്പോൾ നിങ്ങൾ ഈ വിഷമിച്ചിരിക്കുമ്പോൾ അത് കാണാൻ സാധിക്കില്ല. കാരണം 2 ഓഫ് പെന്റക്കിൾസ് ആണ്. നിങ്ങൾ തന്നെ പല സമയത്ത് ജഗ്ലിംഗ് ആണ്, ഇത് വേണം ഇത് വേണ്ട, അല്ലെങ്കിൽ ഇത് ചെയ്യാം, അല്ലെങ്കിൽ ഈ പേഴ്സൺ വേണ്ട, ഈ ഒരു ജോലിയിലേക്ക് പോകാം. ഇങ്ങനെ നിങ്ങളുടെ മൈൻഡ് ഇങ്ങനെ കൺഫ്യൂസ്ഡ് ആണ്. ആ കൺഫ്യൂഷൻ മാറ്റി ക്ലിയർ ആക്കുക. ഓക്കെ, സോ ഇതാണ് ഇന്നത്തെ റീഡിങ്. സോ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുമെന്ന് വിചാരിക്കുന്നു. താങ്ക് യു. നിങ്ങൾക്ക് പേഴ്സണൽ റീഡിംഗ് വേണമെങ്കിൽ കോൺടാക്ട് ചെയ്യാം. ടാരോ കോഴ്സ് പഠിപ്പിക്കുന്ന ടെലഗ്രാമിലാണ്. അതുപോലെ സബ് കോൺഷ്യസ് ഹീലിംഗ് ലെവൽ 1 ലെവൽ 2 ബേസിക് ആൻഡ് അഡ്വാൻസ് ലെവലുണ്ട്. അതുപോലെ ഡിസ്റ്റൻറ്റ് ഹീലിംഗ് ഒക്കെ ചെയ്യുന്നതാണ്. ഒക്കെ പെയ്ഡ് ആയിരിക്കും കേട്ടോ. അപ്പോൾ നിങ്ങൾക്ക് വേണമെങ്കിൽ ഈ നമ്പറിൽ വാട്സപ്പിൽ മെസ്സേജ് ചെയ്യുക. ഓക്കെ, സോ താങ്ക് യു.